ഇന്ന് നമുക്ക് 2 ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. വെജിറ്റബിളും എഗ് ഫ്രൈഡ് റൈസും. എൻ്റെ കയ്യിൽ ആകെ 1 ഗ്ലാസ് അരിയുണ്ട്. ഞാൻ ആ 1 ഗ്ലാസ് അരി അരമണിക്കൂർ ബസ്മതി റൈസാണ് വെള്ളത്തിൽ കുതിരാൻ വെച്ച് നല്ലപോലെ കഴുകിയിട്ട് വേണം കുതിർക്കാൻ വെക്കാൻ. എന്നിട്ട് ഞാൻ അതിന് ഒരു അരിപ്പയിൽ അരിച്ച് ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചു. ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് നല്ലപോലെ തിളയ്ക്കുമ്പോൾ ഈ അരിച്ചു വെച്ചിരിക്കുന്ന അരി അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. കാരണം അരി വേകുമ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഇച്ചിരി ഉപ്പും ഇട്ട് നമുക്ക് വേവിക്കാം. ഒരു 8 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് കൊണ്ട് അരി 90% വേകും. അത്രേ വേഗാവുള്ളൂ. എന്നിട്ട് നമുക്ക് ഊറ്റി തണുക്കാൻ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് എന്തൊക്കെ വേണം നോക്കാം. എനിക്ക് വേണ്ടത് ഇവിടെ ഉണ്ടായിരുന്നത് ഒരു വലിയ സവാള ഉണ്ടായിരുന്നു, അതെടുത്തു. പിന്നെ കുറച്ച് 8-10 ബീൻസ്, ഒരു ക്യാരറ്റ്, ക്യാപ്സിക്കം, പച്ചമുളക്, വെളുത്തുള്ളി. ഓയിലിൽ വേണം നമുക്ക് ഫ്രൈഡ് റൈസ് വെജിറ്റബിൾ എല്ലാം വഴറ്റിയെടുക്കാൻ. അപ്പൊ ആദ്യം ഇടേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇട്ട് ഒന്ന് ഇളക്കി ഒരു മിനിറ്റ് പോലും വേണ്ട. അന്നേരത്തേക്കിനും നമുക്ക് പിന്നീടുള്ള വെജിറ്റബിൾസ് എല്ലാം ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ സവാള, ക്യാരറ്റ്, ബീൻസ് ഇത് 3 നമുക്ക് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കരുത്. ക്യാപ്സിക്കം ഏറ്റവും ലാസ്റ്റ്. ക്യാപ്സിക്കത്തിന് വേവ് ഒട്ടുമില്ല. ബാക്കിയെല്ലാം കൂടിയ തീയിൽ വേണം. സിമ്മിലൊന്നും വേവിക്കരുത്. ഒത്തിരി ടൈം എടുത്ത് വെന്ത് കുഴഞ്ഞു പോകും. നമുക്ക് തീ കൂട്ടിയിട്ട് ഈ എല്ലാ വെജിറ്റബിൾസും കൂടെ ഇട്ട് ഇളക്കി 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 നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഈ സമയത്ത് നമ്മൾ ചേർത്തോണം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് അവരവരുടെ ആവശ്യത്തിനുള്ള റൈസ് എടുക്കുന്നതിന്റെ അനുസരിച്ച് വെജിറ്റബിൾസ് എടുക്കണേ. എനിക്ക് 1 ഗ്ലാസ് അരിയല്ലേ ഉള്ളൂ. അപ്പൊ ഈ സമയം കൊണ്ട് നന്നായിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. ഈ ടൈമില് മോൾ അപ്പുറത്ത് എഗ് ഫ്രൈഡ് റൈസിന് വേണ്ടി എഗ് സ്ക്രാമ്പിൾ ചെയ്ത് എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് ഞാൻ ക്യാപ്സിക്കം ഇട്ടു. ക്യാപ്സിക്കം ഇട്ടിട്ട് ഇനി നമുക്ക് നല്ലപോലെ കൈവിടാതെ ഇളക്കണം. ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു 2 മിനിറ്റ് പോലും വേണ്ട. അപ്പോഴത്തേക്കിനും ക്യാപ്സിക്കം വെന്ത് കഴിയും. ഇനി ഈ അരി ഇട്ട് പതുക്കെ, അരി ഉടഞ്ഞു പോകരുത്, പതുക്കെ ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് എഗ് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് സിറാച്ച സോസും കൂടെ ആ റൈസിലോട്ടൊന്ന് ഇട്ട് ഇതിൽ നിന്ന് തന്നെ പകുതി റൈസ് എടുത്ത് അതിലോട്ട് സിറാച്ച സോസും ഇട്ട് ആ എഗ് ഫ്രൈ ചെയ്തും കൂടെ ഇട്ടപ്പോൾ എഗ് ഫ്രൈഡ് റൈസായി. ലാസ്റ്റ് നമ്മുടെ കയ്യിൽ സ്പ്രിംഗ് അനിയൻ ഉണ്ടെങ്കിൽ അതുകൂടെ ഇട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്യണേ. നല്ല ടേസ്റ്റ് ഉള്ള ഹെൽത്തി ഫ്രൈഡ് റൈസ് ആണ്. ആവശ്യമില്ലാത്ത സോസ് ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. ബൈ.